നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇൻഹേലർ മാറിയെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛനത്ര കാര്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നതും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും ഒരല്പം പോലും ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. യാമിനി, ഇവർക്ക് ഇതിന് കഴിക്കാൻ കൊടുക്കുക. ശരി ഏട്ടാ. അയ്യോ, ഹലോ. അല്ലല്ല, പി എ രാജുവാ. ഇല്ല, വർമ്മ സാറിന് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാ. അദ്ദേഹം ഇപ്പോ നല്ല ഉറക്കത്തിലാ. നാളെ സാറിനെ തിരിച്ചു വിളിക്കാം. ശരി. എന്താ രാജു ഇത്? എന്നോട് സ്നേഹമുള്ളവർ എന്റെ ക്ഷേമം അന്വേഷിക്കാൻ വിളിക്കുമ്പോ ഞാൻ അവരോട് സംസാരിക്കാതിരിക്കുന്ന മോശമല്ലേ? വർമ്മ സാറിന് ഇപ്പൊ റെസ്റ്റിംഗ് ടൈമാ. ക്ഷേമം അന്വേഷിക്കാൻ കോൾ ചെയ്യുന്നവര് ചിലപ്പോ കുറച്ച് അധിക സമയം സംസാരിച്ചെന്നിരിക്കും. വർമ്മ സാറ് 2 ദിവസം പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്തേ പറ്റൂ. വലിയൊരു ആപത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപ കൊണ്ടാ ഒന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് വർമ്മ സാറിനെ തിരികെ ലഭിച്ചത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വർമ്മ സാറിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളണമെന്ന് ഋതിക മാഡം എന്നോട് പറഞ്ഞിരിക്കുന്ന. കുറച്ചൊന്ന് മാറി നിൽക്കാമോ? അങ്ങനെ ഞാൻ മാറിത്തരൂന്ന് തോന്നുന്നുണ്ടോ ഋതിക നിനക്ക്? എന്റെ അനിയന്റെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. ഇത്രയും നാളും അമ്മയെ അച്ഛനെ നോക്കിയതല്ലേ, ഇനി എനിക്കൊരവസരം താ. നിക്ക്. ഇന്നലെ പെയ്ത മഴയിൽ കിളിർത്ത വിത്താണ് നീ. അതെ, പക്ഷേ ഞാൻ വളർന്നത് പെട്ടെന്നായിരുന്നു. എങ്ങനെയാണ് എന്റെ അച്ഛൻ എന്നിൽ നിന്നും അകന്നു നിന്ന് മനസ്സിലാക്കാനും ഞാൻ വളർന്നു. കൊള്ളാം. ഈ അംബികയുടെ മുന്നിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്കായല്ലോ. ആയി. അത് അമ്മയെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴാ ഒരു ചാൻസ് കിട്ടിയത്. ഭൂലോക തെമ്മാടിയായ അമ്മായിയുടെ മോൻ ദീപകിന് പോലും തല ഉയർത്തി നടക്കാമെങ്കിൽ എന്താ എനിക്കായിക്കൂടെ? എന്റെ വീട്ടില് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കും. അത് എന്റെ ഇഷ്ടം. സബാഷ്. നിന്റെ നാവിനും മൂർച്ച വന്നു. അച്ഛനൊന്ന് തോളിത്തൊട്ടെന്ന് വെച്ച് നീ അങ്ങ് മതിമറന്നു തോന്നുന്നു. അതെ, എന്റെ അച്ഛന്റെയും എന്റെ ഇടയില് ചില മാരണങ്ങള് കറങ്ങി തിരിയുന്നുണ്ടായിരുന്നു. അതിന്റെ വലയങ്ങളൊക്കെ മാറി വരികയാണല്ലോ. എന്താണ് നീ പറഞ്ഞേ? ആഹാ, വന്നല്ലോ അടുത്ത മാരണം. സൂക്ഷിച്ച് സംസാരിക്കണം.
എന്റെ അമ്മ ആരാണെന്ന് എനിക്ക് അറിയില്ല. അറിയാം, നന്നായി മനസ്സിലായെന്നേ. എന്റെ അച്ഛന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ഇത്തിൽ ചെടികളാ നിങ്ങള്. അച്ഛന്റെ തണലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ അച്ഛനിൽ നിന്നും ഇങ്ങനെ ഇത്രയും നാളും പിണക്കിക്കൊണ്ടിരുന്നതും നിങ്ങളാ. തൽക്കാലം ഞാനീ മനസ്സിലാക്കിയതൊക്കെ പോരെ അമ്മായി? ഇത് തന്നെ ധാരാളമല്ലേ? എടി, പതിയെ ദീപക്കെ, നിന്റെ തൊണ്ട പൊട്ടിയപ്പോ ചോര വരുമല്ലോ. എന്തിനാ നീ ഇങ്ങനെ അലർന്നേ? ഇൻഹേലർ മാറിയെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛനത്ര കാര്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നതും എന്നോടിങ്ങനെ സംസാരിക്കുന്നതും. ഞാൻ വേണമെങ്കില് രാജുവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്ത് അച്ഛനോടൊന്ന് നിന്റെ കാര്യം സംസാരിക്കാന്ന് പറയാം. ഓർമ്മയുണ്ടല്ലോ, വെറുതെ തടി കേടാക്കണ്ടെങ്കിൽ മാറി നിൽക്ക്. ആ അമ്മായി, ഒന്നും തോന്നല്ലേ, എനിക്ക് കുറച്ചുകൂടി പറയണമെന്നുണ്ടായിരുന്നു. പാല് ചൂടാറുന്നതിന് മുൻപ് അച്ഛന് കൊടുക്കണ്ടേ? ഞാൻ പോട്ടെ അമ്മായി. ഇവളെ ഞാനിന്നും വേണ്ട ദീപക്, ഇൻഹേലർ മാറ്റിയത് നീയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഞാൻ വേറെ രീതിയിൽ ഡീൽ ചെയ്തോളാം. നീയൊന്ന് സൈലന്റ് ആവുന്നതാ തൽക്കാലം നല്ലത്. വാ. അച്ഛാ, ശരി. രാജു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.